ഹലോ കൂട്ടുകാരെ, നമസ്കാരം. CPO പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും ഇപ്പോൾ പരീക്ഷ എഴുതിയവരും ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ടുകളും സംശയങ്ങൾക്കും ഒരു അനാലിസിസ് നടത്തുകയാണ് ഞാൻ ഇവിടെ. തൊട്ടു മുമ്പ് നടന്ന പരീക്ഷയിലെ ലിസ്റ്റും അതിൽ പോയ അഡ്വൈസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾ പേഴ്സണലി ചോദിക്കുന്നു, കമന്റുകളായിട്ട് ചോദിക്കുന്നു, അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ മോശമാണ്. അതുകൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണിത്. ഇതായിരുന്നു ആ നോട്ടിഫിക്കേഷൻ. 2023 593 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഓരോ ബറ്റാലിയനായിട്ട് നോക്കാം. തിരുവനന്തപുരം എന്ന് പറയുന്ന SAP ബറ്റാലിയനില് റാങ്ക് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുക. ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന ആൾക്കാരുടെ എണ്ണവും ഡീറ്റെയിൽസും നമുക്കൊന്ന് നോക്കാം. ഇവിടെ SAPയിലെ കട്ട് ഓഫ് 51 അന്ന് വന്നിരുന്നത്. നിലവിൽ ഉള്ള ലിസ്റ്റിന്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റാണ് പറയുന്നത്. അതിലാണ് അഡ്വൈസുകൾ അയച്ചിരുന്നത്. ഇപ്പോഴത്തെ ലിസ്റ്റ് അഡ്വൈസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അത് വെച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇപ്പോഴും ലിസ്റ്റിലുള്ളവർക്കും അതെന്ത് ചെയ്യാം, ഒരു ഈക്വൽ ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിൽ 744 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും 575 പേര് സപ്ലിയിലും മൊത്തം 1319 പേരാണ് ഉൾപ്പെട്ടിരുന്നത്. നമ്മൾ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, 700ഓളം ആൾക്കാരുണ്ടായിരുന്നു. പകുതി പേര് പോലും ഫിസിക്കൽ പാസ്സായി വന്ന റാങ്ക് ലിസ്റ്റിൽ ഇല്ല. ഒരുപാട് പേര് ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ലായിരിക്കാം. ഫിസിക്കൽ പകുതിയോളം പേര് ഫെയിലായി കാണാം. അങ്ങനെയൊക്കെ വെച്ചാണ് ഈ 316 എന്ന കണക്കിലോട്ട് പോയത്. 700ഓളം ആൾക്കാരുണ്ടായിരുന്നിട്ട് 316 എന്ന കണക്കിലോട്ട് പോയി. ഓക്കെ, അവിടെ 51 മാർക്ക്. ഇനി മാർക്കിന്റെ വേരിയേഷൻ പറഞ്ഞു. ഈ 51 കട്ട് ഓഫ് വന്നപ്പോൾ ഇതിനേക്കാൾ ഒരു 5 മാർക്ക് വാങ്ങിച്ച ആളുടെ നിലവാരം നമുക്ക് നോക്കാം. 56 വാങ്ങിച്ച ആളുടെ മാർക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 56 മാർക്ക് വാങ്ങിച്ച ആളുടെ റാങ്ക് എന്ന് പറയുന്നത് 150-നകത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു 5 മാർക്ക് കട്ട് ഓഫിനേക്കാൾ വാങ്ങിച്ച ആളിന് 150-നകത്ത് റാങ്ക് വാങ്ങാൻ പറ്റി. 10 മാർക്ക് വാങ്ങിച്ച ആളിനോ, 61 വാങ്ങിച്ച ആളിനോ നോക്കാം. 60 പോയിന്റ് ഒക്കെ ആകുമ്പോൾ തന്നെ 50-നകത്ത് ആയിരിക്കുകയാണ്. അപ്പോൾ കട്ട് ഓഫും ആ ഒരു മാർക്ക് നിലവാരം ഏകദേശം ഇതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി അഡ്വൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തേക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ കഴിഞ്ഞ ലിസ്റ്റ് തീരുകയും പുതിയതായിട്ട് 2026 6 മാസം 8 തീയതി വന്ന അഡ്വൈസ് പ്രകാരമാണ് ഈ കിടക്കുന്നത്. ലാസ്റ്റ് പോയത് ഇതാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാം. OC 295 പോയിട്ടുണ്ട്. 316ഓളം പേര് ഉണ്ടായിരുന്നു. ഒരു 295 OC പോയിട്ടുണ്ട്. EWS 302 പോയിട്ടുണ്ട്. വിശ്വകർമ്മ സപ്ലിന്ന് 2 പോയിട്ടുണ്ട്. ഈഴവ സപ്ലിയിൽ ഒന്നാമതൊന്നാളിന് ജോലി കിട്ടിയിട്ടുണ്ട്. സപ്ലിയിൽ ഒന്നാമതൊന്നാളിന് ജോലി കിട്ടിയിട്ടുണ്ട്. മുസ്ലിം 23-ാമത്തെ ആളിനാണ് ജോലി കിട്ടിയിരിക്കുന്നത്. മുസ്ലിം 23-ാമത്തെ റാങ്കുകാരനാണ് ജോലി കിട്ടിയിരിക്കുന്നത്. ST 7-ാമത്തെ ആളിന് കിട്ടിയിട്ടുണ്ട്. സപ്ലിന്നാണ്. LC 3-ാമത്തെ ആളിന്. ഓക്കെ, നമുക്ക് ആ ഒരു കണക്കും കൂടെ ഇതിലും നോക്കിയാലോ. റാങ്ക് ലിസ്റ്റില് സപ്ലിയില് മുസ്ലിം 22 പോയല്ലേ. ഈഴവ ഫസ്റ്റ് വന്ന ആളിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ST നമ്മൾ 7 പറഞ്ഞിരുന്നു. 27 മാർക്ക് വാങ്ങിയ ആളിന് ജോലി ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം 22 44 മാർക്ക് വാങ്ങിച്ച ആളിനും ജോലി ലഭിച്ചിട്ടുണ്ട്. നമുക്കിനി പത്തനംതിട്ട നോക്കാം. പത്തനംതിട്ട നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് എടുത്ത് നോക്കാം. പത്തനംതിട്ട അന്നത്തെ ഷോർട്ട് ലിസ്റ്റില് കട്ട് ഓഫ് 45 മാത്രമാണ് വന്നിട്ടുള്ളത്. 1057 വരെ മെയിൻ ലിസ്റ്റ്, 814 വരെ സപ്ലി ലിസ്റ്റ്. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഈ 1057 എത്ര പേര് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം.
1057 പകുതി പോലും ഇല്ല. 405 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. അഡ്വൈസ് ചെയ്ത് ലേറ്റസ്റ്റ് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളതാണ്. തൊട്ട് മുമ്പത്തെ ലിസ്റ്റ് ആയ ഇത് നോക്കാം. സാധനം പോയതാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഈഴവ 382 പോയി. OC 380 പോയി. മുസ്ലിം 17ാം റാങ്കുകാരൻ പോയി. സപ്ലിയിലാണേ. SC സപ്ലിന്ന് 3 പോയി. LC ബാറയായി 4 പേര് പോയി. മുസ്ലിം 16 പോയി. ഹിന്ദു നാടാർ സപ്ലിന്ന് 2 പോയി. ഓക്കെ, നമുക്ക് അത് വെച്ച് ജസ്റ്റ് നോക്കാം. മുസ്ലിം 17 പോയെന്നല്ലേ ഞാൻ പറഞ്ഞേ. ആദ്യം OC നോക്കാം. 382 അല്ലേ പോയെ. 45 ജസ്റ്റ് മാർക്കുള്ള ആളിന് കിട്ടിയിട്ടുണ്ട്. SC 3 പോയല്ലേ. 42. ഇവിടെ സ്പോർട്സ് വെയിറ്റേജ് ഒക്കെ വെച്ച് മാറിയതാണ്. സ്പോർട്സ് വെയിറ്റേജ് അല്ല, NCC മാർക്ക്. മുസ്ലിം 13 17 കൊണ്ട് പോയത്. 40 പ്ലസ് മാർക്ക് വാങ്ങിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹിന്ദു നാടാറുണ്ടല്ലേ, അതുകൂടെ വെച്ച് നോക്കാം. LC ബാർ A 3 പോയിട്ടുണ്ട്. 42. ഹിന്ദു നാടാർ ഇതിലുണ്ടോ? ഇതാവുണ്ട്. 39 മാർക്ക് വാങ്ങിച്ചാൽ വരെ പോയിട്ടുണ്ട്. 39 രണ്ടാം റാങ്ക് ആണെന്ന് തോന്നുന്നു. 2 ആണെന്ന് തോന്നുന്നു. 41 വരെ. അപ്പം സപ്ലിക്കാരുടെ സാധ്യത ഇങ്ങനെ നിൽക്കുന്നു. ഇടുക്കി എല്ലാവരും ഉറ്റു നോക്കി. ഇടുക്കിയിൽ 42 കട്ട് ഓഫ് വന്നത് കണ്ടോ. തിരുവനന്തപുരം എല്ലാത്തിനും ഒരു ക്വസ്റ്റ്യൻ ആണ്. തിരുവനന്തപുരത്ത് 51, 6 മാർക്ക് കുറഞ്ഞ് KP3. അവിടെ നിന്ന് 9 മാർക്ക് കുറഞ്ഞ് എവിടെ വന്നു? ഇടുക്കിയിൽ വന്നു. 583 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മെയിൻ ലിസ്റ്റ് തയ്യാറാക്കി. സപ്ലിയിൽ 400 ഇത്ര ആൾക്കാരുണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റ് ഈ 583 എത്ര പേര് പാസ്സായി നോക്കുക. 240 പേര്. പകുതി പേര് അവിടെയും ഇല്ല. അവിടെ അഡ്വൈസ് എങ്ങനെ പോയി? അഡ്വൈസ് ഡീറ്റെയിൽസ് ലഭ്യമായിട്ടില്ല. എന്തോ ആ ഒരു ഭാഗത്ത് ഒരു അപ്ഡേറ്റ് വല്ലതും നടക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. നമുക്കിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അത് ലഭ്യമല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. എന്തായാലും ഒരുപാട് പോയിട്ടുണ്ട് കണ്ടോ. ലിസ്റ്റ് തീർത്ത് പോവേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ട്. എറണാകുളം KP1 എല്ലാവരും ഉറ്റു നോക്കുന്ന KP1 ഷോർട്ട് ലിസ്റ്റ് നോക്കാം. കട്ട് ഓഫ് 45. KP3 പോലെ തന്നെ വന്നിട്ടുണ്ട്. 633 പേര് മെയിൻ ലിസ്റ്റിൽ. റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴോ ഇടുക്കിയിൽ പോയതാണേ. OC 269 പോയിട്ടുണ്ട്. എന്തോ ഒരു എറർ ഉണ്ടല്ലോ. ഒരു റാങ്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. എന്തോ ഒരു എറർ വരുന്നുണ്ട്. OBC എന്നൊക്കെ സപ്ലിന്ന് പോയിട്ടുണ്ട് കേട്ടോ. മുസ്ലിം 19 പോയി സപ്ലിന്ന്. EW സപ്ലിന്ന് 12 പോയി. ഇടുക്കി EWs അത്യാവശ്യം രക്ഷപ്പെട്ടു. SIUC ഒക്കെ പോയിട്ടുണ്ട്. ഓക്കെ, എറണാകുളം തൃശ്ശൂർ ഷോൾഡിസ്റ്റ് പോകാം. തൃശ്ശൂർ 52 കൂടിയ ടോപ്പ് ആണ് കേട്ടോ. 525 പേര് ഉൾപ്പെടുത്തി. റാങ്ക് ലിസ്റ്റ് അവൈലബിൾ ആണെന്ന് നോക്കാം. 202 പേരെ പാസ്സായിട്ടുള്ളൂ. അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് അഡ്വൈസ് ഇവിടെ വന്നിട്ടുണ്ട്. സ്ഥാനം പോയ അഡ്വൈസുകൾ 202 OC പോയി. ഈഴവയിൽ നിന്ന് സപ്ലിന്ന് 3 പേര് പോയി. EW സപ്ലിന്ന് 10 പേര് പോയി. മുസ്ലിം 7 പേര് പോയി. SC 1,
EWS ഒക്കെ 10 പോയി. നമുക്ക് EWSലുള്ള ആൾക്കാരുടെ മാർക്ക് നോക്കാം. EWSൽ 10ാമത് 49 മാർക്കുള്ള ആളിനും കിട്ടിയിട്ടുണ്ട്. മലപ്പുറം മലപ്പുറത്തെ ലിസ്റ്റ് വലിയ ലിസ്റ്റ് ആയിരിക്കും. കട്ട് ഓഫ് 51 വന്നിട്ടുള്ളൂ. 817 റാങ്ക് ലിസ്റ്റ്. മലപ്പുറം റാങ്ക് ലിസ്റ്റ് 800 നിന്നും എത്ര പേരേ ഉള്ളൂ? 290 പേരേ ഉള്ളൂ. വളരെ കുറവ്. ഇപ്പൊ തന്നെ അവിടെ 101 ആൾറെഡി പോയി കേട്ടോ. വലിയൊരു നിയമനം നടന്നു. അവസാനം പോയ നിയമനമാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഈ ലിസ്റ്റ് നേരത്തെ കൂട്ടി തീർന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ബറ്റാലിയൻ അങ്ങനെ തീർന്നായിരുന്നു. OC പോയി. EW സപ്ലൈയിൽ നിന്ന് 2 പേര് പോയി. ഈഴവ ബില്ല് തീയ അതിൽ 2 പേര് പോയി. അവിടെ മുസ്ലിം കാറ്റഗറി അവിടെ കുറച്ച് കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാണ് മുസ്ലിം 2 പോയിട്ടുള്ളൂ. സപ്ലൈന്ന് LC ബാറിയായി 6 പോയിട്ടുണ്ട് കേട്ടോ. EWS 1. കാസർഗോഡ് ലാസ്റ്റ് ബറ്റാലിയൻ. ഷോർട്ട് ലിസ്റ്റ് നോക്കാം. 48 കുറഞ്ഞു നിന്നു. 814 വരെ മെയിൻ ലിസ്റ്റ്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 814 പേരിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 357 ആയിട്ട് ചുരുങ്ങി. അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. 18ാം തീയതി ഏപ്രിൽ മാസം പോയ ലിസ്റ്റ് നോക്കാം. 338 ഈഴവ പോയി. ഓപ്പൺ 337 പോയി. മുസ്ലിം ഒക്കെ 22 പോയിട്ടുണ്ട്. ST 12 പോയി. വിശ്വകർമ്മ 3 പോയി. ST 9 പോയി. വിശ്വകർമ്മ 3 പോയാലോ 46 മാർക്കുള്ള ആളിന് കിട്ടിയിട്ടുണ്ട്. മുസ്ലിമൊക്കെ പോയിട്ടുണ്ട്. പിന്നെന്താണ്, ഇങ്ങനെയാണ് എന്റെ കഥ അയക്കുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം അവലോകനം കിട്ടിക്കാണുമല്ലോ.